എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും നമ്മുടെ ശരീരത്തിലെ ഓർഗൻസുമായിട്ടൊരു റിസംബിൾസ് ഉണ്ട്. ഗംഭീരമായൊരു കാര്യം. ഒരു 10 വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ ആദ്യം ചിത്രത്തിലേക്ക് നോക്കുക. നിങ്ങൾ കുറേ ക്യാരറ്റ് കാണാം. ഈ ക്യാരറ്റ് നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് കാണാം. ക്യാരറ്റ് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഐറിസ്, പർപ്പിൾ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ അതിനകത്ത് വെയിൻസ് ഒക്കെ നോക്കിയാൽ ഏകദേശം നമ്മുടെ കണ്ണിലെ വെയിനുകൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളും രസമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്യാരറ്റിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. അപ്പോൾ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായൊരു കാര്യമാണ്. രസമായില്ലേ? നമ്പർ 2, വാൽനട്ട്. വാൽനട്ട് ഫോർ എ ബ്രെയിൻ എന്നാണ് എപ്പോഴും ഇത് പറയാറുള്ളത്. നിങ്ങൾ നോക്കൂ, വാൽനട്ടിൻ്റെ കുറേ പിക്ചർ കണ്ടു. നമ്മളിത് കട്ട് ചെയ്യണം എന്നുള്ളൊരു സ്പെഷ്യൽ കട്ടറൊക്കെ ഉണ്ട്. കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽനട്ട് നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബ്രെയിനിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെയാണ്. നമ്മുടെ ബ്രെയിനിനെ ലെഫ്റ്റ് ബ്രെയിൻ നിന്നും റൈറ്റ് ബ്രെയിൻ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പല വീഡിയോകളിലും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വാൽനട്ട് ഇരിക്കുക. ഇനി വാൽനട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബ്രെയിനിൻ്റെ ഫുഡാണ്. അതിൻ്റെ കാരണം omega-3 ഫാറ്റി ആസിഡാണ് ഇതിനകത്ത് ധാരാളമുള്ളത്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ വാൽനട്ട് എന്ന് പറയുന്നത്. നമ്പർ 3, സെലറി. നിങ്ങൾ എന്തായാലും സെലറി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഭക്ഷണത്തിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നല്ല മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഈ സെലറി നമ്മളുടെ ബോണുമായിട്ട് കണക്റ്റാണ്. ഇപ്പം നിങ്ങൾ പിക്ചർ കാണാമല്ലോ. നമ്മുടെ ബോൺ ഒരു എക്സ്റേ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെയോ കാലിൻ്റെയോ ഒക്കെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെലറി എങ്ങനെയാണോ കൺസ്ട്രക്റ്റ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിൻ്റെ. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളെയൊക്കെ ദൃഢപ്പെടുത്തുന്നത് സിലിക്കോൺ ആണ്. അപ്പം ധാരാളമായിട്ട് സിലിക്കോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെലറിയാണ്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടിയുണ്ട്. നമ്പർ 4, അവക്കാഡോ. ഫ്രൂട്ടുകളുടെ ഒരു രാജാവെന്ന് വേണമെങ്കിലൊക്കെ പറയാം. അങ്ങനെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അവക്കാഡോ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാം ഓരോരുത്തരും എപ്പോഴെങ്കിലും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ആണ് നമ്മൾ കിടന്നിരുന്നത്. ആ ഗർഭപാത്രം എങ്ങനെയിരുന്നോ, യൂട്ടസ് എങ്ങനെയിരുന്നോ അതുപോലെ തന്നെയാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്. എന്നാൽ അതിൻ്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കൂ. നമ്മൾ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റുകൾ കഴിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് സ്ത്രീകൾക്ക് നന്നായി അറിയാം. ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അവക്കാഡോയാണ്. എന്തായാലും നമ്പർ 5, ക്ലാംസ്. നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ആശയം കിട്ടിയോ എന്ന് എനിക്കറിയില്ല. കാരണം ടെസ്റ്റിസുമായിട്ടാണ് ഇത് ബന്ധം. അത് പുരുഷൻ്റെ ഒരു സെക്ഷൽ ഓർഗനാണ്. അപ്പം ഇതിനകത്ത് സെമൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു നെതർലാൻഡിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ക്ലാംസിൽ കൂടുതലായിട്ട് സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെമൻ്റെ ക്വാളിറ്റിയും അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഭക്ഷണമാണെന്ന് ഈ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്പർ 6, ടൊമാറ്റോ. ഈ ടൊമാറ്റോ സാധാരണ രീതിയിൽ നിങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല. പക്ഷേ ഈ ടൊമാറ്റോ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹാർട്ടിൻ്റെ എന്ത് ഷേപ്പാണോ അതുപോലെ തന്നെയാണ് ടൊമാറ്റോകൾ. ഒട്ടുമിക്ക ടൊമാറ്റോകളും അങ്ങനെയായിരിക്കും. അതിൻ്റെ ലൈനുകൾ, അതിൻ്റെ ലെയറുകൾ പോകുന്നത് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഈ ടൊമാറ്റോ ഹാർട്ട് ഡിസീസുകളെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞുള്ളത്. നമ്പർ 7, ജിഞ്ചർ. ജിഞ്ചറിലേക്ക് നോക്കി പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ സ്റ്റൊമക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ജിഞ്ചർ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡൈജഷന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സാധനം ജിഞ്ചറാണ്. നിങ്ങൾ ഇപ്പം ജിഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്തോരം ഭക്ഷണം, നമ്മൾ എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കകത്തും ജിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻസ്.
അല്ലെങ്കിൽ ഏത് രാജ്യക്കാരായാലും ജിഞ്ചർ ഉപയോഗിക്കാത്ത ഭക്ഷണം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മുടെ സ്റ്റൊമക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ജിഞ്ചർ. നമ്പർ 8, സ്വീറ്റ് പൊട്ടാറ്റോ. ഒന്നും മനസ്സിലായില്ല. നമ്മുടെ പാൻക്രിയാസ് ഇല്ലേ, പാൻക്രിയാസ് എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ നിറവും നോക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് നോക്കുക. ഡിറ്റോ ആണ്. ബീറ്റാ കാരോട്ടിൻ എന്ന് പറയുന്ന ആ കളറിനെയാണ് ബീറ്റാ കാരോട്ടിൻ എന്ന് പറയുക. ബോഡിയിലെ ടിഷ്യൂസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുപോലെ വിറ്റാമിൻ എ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. നമ്പർ 9, ബീൻസ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്കറിയാം, കിഡ്നി ബീൻസ് വളരെ ഫേമസ് ആണ്. നമ്മുടെ കിഡ്നി എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ നിറവും അതിൻ്റെ ഷേപ്പും എല്ലാം ഈ ബീൻസുമായിട്ടാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഈ കിഡ്നി ബീൻസ് ഫൈബറാണ്, സോലുബിൾ ഫൈബർ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു, ഹൈ പ്രോട്ടീനാണ്, അതുപോലെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. സൂപ്പർ. നമ്പർ 10, മഷ്റൂം. ഈ മഷ്റൂം എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചെവി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ രീതികളും അതിൻ്റെ ഷേപ്പുകളും. അതിലേക്ക് പോകുന്ന ഓരോ അതിൻ്റെ ഹോളുകൾ വളരെ കറക്റ്റാണ്. മഷ്റൂം വിറ്റാമിൻ ഡി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോണിൻ്റെ ഹെൽത്തിന് ഇത് ഒരുപാട് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയ 3 ബോണുകളാണുള്ളത്. ഒന്ന് മാലിയൻസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഇത് വളരെ ചെറിയ ബോണുകളാണ്. ഈ ബോണുകളുടെ സംരക്ഷണത്തിന് അതിൻ്റെ ആരോഗ്യത്തിനും ഈ മഷ്റൂമുകൾ സഹായിക്കുന്നു. അത് ഫോർ ഹിയറിങ്, നമ്മൾ ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള സെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ബോണുകളാണ്, മസിലുകളാണ് അതിനകത്തുള്ളത്. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തത്. ഇനിയും ഉണ്ട്, ഒരു 10-45ഓളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗണുമായിട്ട് അതുപോലെ റിസംബ്ലൻസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.